യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗ്യവാന്മാരെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നുവല്ലോ. വെളിപ്പാട് പുസ്തകത്തിലെ 7 ഭാഗ്യവാന്മാർ. ഒന്നാമത്തെ ഭാഗ്യവാൻ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനുമാണ്. രണ്ടാമത്തെ ഭാഗ്യവാൻ ഈ വചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും അത് ഹൃദയത്തിൽ കൈക്കൊള്ളുകയും ചെയ്യുന്നവനാണ്. മൂന്നാമത്തെ ഭാഗ്യവാൻ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണം ലഭിച്ചവനാണ് ഭാഗ്യവാൻ. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണം ലഭിച്ചാൽ നമുക്ക് കല്യാണ വസ്ത്രം ലഭിക്കും. ഈ കല്യാണ വസ്ത്രം സൗജന്യമായ നീതീകരണത്തിൻ്റെ അനുഭവത്തെയാണ് കാണിക്കുന്നതെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഈ സൗജന്യമായ നീതീകരണം ലഭിച്ചാൽ നമ്മുടെ ജീവിത വസ്ത്രം കർത്താവ് അലക്കി തന്നാൽ ഈ വസ്ത്രം സൂക്ഷിക്കുന്നവനാണ് ഭാഗ്യവാൻ. നാലാമത്തെ ഭാഗ്യവാൻ ഈ ജീവിത വസ്ത്രത്തിൽ, ഈ നീതിയുടെ വസ്ത്രത്തിൽ അഴുക്ക് പറ്റാതെ, ചെളി പറ്റാതെ, അശുദ്ധി പറ്റാതെ, ഈ വസ്ത്രം മുഷിഞ്ഞു പോകാതെ, ഈ വസ്ത്രത്തിൽ ഒരു ചുളിവ് സംഭവിക്കാതെ ഈ വസ്ത്രം എല്ലായ്പ്പോഴും വെണ്മയായി വെള്ളയായി കാത്തു സൂക്ഷിക്കുന്നവനാണ് നാലാമത്തെ ഭാഗ്യവാൻ. അഞ്ചാമത്തെ ഭാഗ്യവാൻ ആരാണ്? ഈ നീതിയിൻ വസ്ത്രത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും അഴുക്കോ ചെളിയോ പൊടിയോ പറ്റിക്കഴിഞ്ഞാൽ അത് കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിൽ ഈ അങ്കി അലക്കി വെളുപ്പിക്കുന്നവനാണ് ഭാഗ്യവാൻ. അഞ്ചാമത്തെ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ആറാമത്തെ ഭാഗ്യവാൻ ആരാണ്? ഇങ്ങനെ ദൈനംദിനം അനുനിമിഷം കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ജീവിത വസ്ത്രം അലക്കി സൂക്ഷിച്ച്
വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏതോ ഒരു നിമിഷം, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത്, നാം നനച്ചിരിയാത്ത സമയത്ത് മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ജീവിതവസ്ത്രം അലക്കി സൂക്ഷിക്കുന്ന, ക്രിസ്തുവിനോടുകൂടെ നടക്കുന്ന ഒരു വിശ്വാസിക്ക് ഭയമില്ല, നിരാശയില്ല, മരണത്തെ ഭയമില്ല. ഏത് സമയത്ത് ജീവിതത്തിലേക്ക് മരണം വന്നാലും ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന, ജീവിത വസ്ത്രം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവവൈതൻ്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരികയാണ്. അവൻ മരിക്കുന്നത് ക്രിസ്തുവിലാണ് മരിക്കുന്നത്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇതാണ് 6 ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. ഇന്ന് നാം 7ാമത്തെ ഭാഗ്യവാന്മാരെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഏതാണ് 7ാമത്തെ ഭാഗ്യവാൻ? 1ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇത് ഓരോന്നും ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഞാനൊരു ഭാഗ്യവാനാണോ? ഈ ദൈവത്തിൻ്റെ വചനം ഞാൻ കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച ജീവിത വസ്ത്രം എന്നും കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി അലക്കി വെളുപ്പിക്കുന്ന ഒരു വിശ്വാസിയാണോ ഞാൻ? ക്രിസ്ത്യാനി എന്ന് എനിക്ക് പേരുണ്ടായിരിക്കാം, ഞാൻ വിശുദ്ധ ദൈവാലയത്തിൽ പോകുന്നവനായിരിക്കാം, അല്ല ഞാൻ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവനായിരിക്കാം, ദൈവത്തിന് വചനം കേൾക്കുന്നവനായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത വസ്ത്രം നിങ്ങൾ അലക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ഷമിച്ചു കിട്ടിയെന്നുള്ള ഒരു ഉറപ്പും നിർണയവും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? 1ാമത്തെ പുനരുദ്ധാനത്തിൽ നിങ്ങൾക്ക് പങ്ക് കിട്ടുമോ? ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? അതെയോ നമ്മുടെ ജീവിതം ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ മുൻപോട്ട് പോവുകയാണോ? 1ാമത്തെ പുനരുദ്ധാനത്തിൽ എനിക്ക് പങ്ക് കിട്ടുമോ? യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ ഞാൻ പറന്നുയരുമോ? മണവാട്ടി സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ ഞാനും ആ കൂടെ ഉണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് അത് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഈ ലോകത്തിൽ നാം കാണുന്ന സംഭവ വികാസങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. എന്നാൽ ഇന്ന് അനേകർ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം വെറുതെ പറയുന്നതാണെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് 2ാമത്തെ ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം എന്താണ് നമ്മോട് പറയുന്നത്? ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദര, നിന്നോട് ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് താമസിക്കുന്നത്. ഒരുപക്ഷെ 1 വർഷം മുമ്പ് യേശുക്രിസ്തു വന്നിരുന്നുവെങ്കിൽ നീ ഒരുപക്ഷെ അവൻ്റെ 2ാമത്തെ വരവിൽ പറന്നുയരുകയില്ലായിരുന്നിരിക്കാം. സഹോദര, നീയും മാനസാന്തരപ്പെടുവാൻ, പ്രിയപ്പെട്ട സഹോദരി, നീയും മാനസാന്തരത്തിലേക്ക് വരാതിരിക്കുന്നത് കൊണ്ട്, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് നീ നിത്യനരകത്തിന് അവകാശിയായി തീരരുതെന്ന് യേശുക്രിസ്തുവിന് നിന്നെക്കുറിച്ചുള്ള കരുതലുള്ളതുകൊണ്ട് അവന് 2ാമത്തെ വരവ് അവൻ താമസിക്കുകയാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ആരും നരകത്തിൽ പതിക്കുവാൻ സ്വർഗത്തിൽ ജീവനുള്ള ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ്? അവൻ ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ് അവൻ തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ തകർത്ത് കളഞ്ഞത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് മനുഷ്യജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യനും നശിക്കുവാൻ, ഒരു മനുഷ്യനും നിത്യനരകത്തിൽ എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. വീണ്ടും അടുത്ത വാക്യം കൂടെ നമുക്കത് വായിച്ചു കേൾക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. എന്നാൽ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും.
ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. എത്ര ഭക്തിയും വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദിവസം എന്നാണ് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള ചില വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെ എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. അപ്പോസ്തലൻ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളോട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുകയാണ്. തെസ്സലോനിക്കയിലെ വിശ്വാസികളോട്, അവിടെയുള്ള ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ആയിരിക്കരുത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, നിദ്ര കൊണ്ടു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അവസ്ഥ എന്താണ്? യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മരിച്ചു, യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും, അങ്ങനെയെങ്കിൽ നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു നാം വിശ്വസിക്കുന്നു എങ്കിൽ, ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. യേശു ക്രിസ്തു മുഖാന്തരം അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം. യേശു ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുന്നതായ ഒരു ദിവസമുണ്ട്. അടുത്ത വാക്യം എന്താണ്? യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തു ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ അന്ന് ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആകാശത്തിൽ യേശുക്രിസ്തുവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതം എങ്ങനെയുണ്ട്? യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നിരിക്കട്ടെ, ഞാൻ ക്രിസ്തുവിൽ മരിച്ചവനാണെങ്കിൽ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ മരിച്ചവനാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലായിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതെങ്കിൽ, ക്രിസ്തുവിൽ മരിച്ചവർ കർത്താവിൻ്റെ ഗംഭീര ശബ്ദം കേൾക്കുമ്പോൾ പറന്നുയരും. പ്രിയപ്പെട്ടവരെ, പറന്നുയരും. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ നിങ്ങൾ പറന്നുയരുമോ? അല്ല, ഈ ഭൂമിയിൽ ഞാൻ ജീവനോട് ഇരിക്കുമ്പോഴാണ് യേശുക്രിസ്തു വരുന്നതെങ്കിലോ ഞാൻ രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ പറന്നുയരും. സഹോദരാ, നിനക്ക് ഈ വിശ്വാസമുണ്ടോ? ഈ പ്രത്യാശയോടാണോ നീ ജീവിക്കുന്നത്? ഏത് സമയത്ത്, ഒരുപക്ഷെ ഞാൻ ഉറങ്ങുമ്പോഴാണെങ്കിലും, ഞാൻ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, ഞാൻ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും, ഞാൻ എൻ്റെ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴാണെങ്കിലും ഈ കാഹള ശബ്ദം ഞാൻ കേൾക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രിയപ്പെട്ടവരെ, അവൻ്റെ സന്നിധിയിൽ ഞാൻ പറന്നുയരുമെന്നുള്ള പ്രത്യാശയോടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ്. കാരണം എന്താണ്? ഞാനും പറന്നു പോകുമെന്നുള്ള ഉറപ്പ് അനേകരുടെ ജീവിതത്തിലില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെ എത്ര നാൾ ജീവിക്കും? എന്ന് നാം ഈ ഉറപ്പ് പ്രാപിക്കും? ഈ ഉറപ്പ് നാം പ്രാപിക്കണ്ടേ? ഇത് പ്രാപിച്ചില്ലെങ്കിൽ തീരാൻ നഷ്ടമല്ലേ? യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോയാൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതെല്ലാം നാം കേട്ടവരല്ലേ, ഇതെല്ലാം നാം അറിഞ്ഞവരല്ലേ, സത്യം നാം ഗ്രഹിച്ചവരല്ലേ? യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തെക്കുറിച്ചും, യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തെക്കുറിച്ചും, യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചും, രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ചും, യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ചും എല്ലാം നാം കേട്ടവരല്ലേ? പ്രിയപ്പെട്ടവരെ,
എന്നാൽ നാം ഇത് അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു രക്ഷയുടെ നിർണയമുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലാണ്, യേശുക്രിസ്തുവിൻ്റെ ഉടയവനാണ്, യേശുക്രിസ്തുവിൻ്റെ ഉടമസ്ഥനാണ്, ഞാൻ എൻ്റെ ജീവിതം അവന് വേണ്ടി സമർപ്പിച്ചതാണ്. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ സകല മ്ലേച്ഛതകളും യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് അവൻ എനിക്ക് ഒരിക്കലായിട്ട് കഴുകി തന്നതാണ്. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ അവൻ എഴുതി ചേർത്തതാണ്. ഞാനൊരു സ്വർഗീയ പൗരനാണ്, ഞാൻ മണവാട്ടി സഭയിലെ അംഗമാണ്, ഞാൻ നിത്യജീവൻ്റെ ഓഹരിക്കാരനാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഈ നിർണയമുണ്ടോ? ഞാൻ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവവൈതലാണ്, ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാണ്, യേശുക്രിസ്തുവിൻ്റെ അരുമ മണവാളനാണ്, അവൻ എന്നെ ചേർക്കാൻ വീണ്ടും വരും, ഞാൻ അവൻ്റെ ഒപ്പം പറന്നുയരും, ഞാൻ യേശുവിനെ മുഖാമുഖം കാണും, ഞാൻ അവൻ്റെ മുറിഞ്ഞ പാദപീഠത്തിൽ വീഴും, ഞാൻ എൻ്റെ യേശുവിനെ സ്തുതിക്കും, ഞാൻ അവൻ്റെ കാൽപാദം മുത്തും. ഈ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ പ്രത്യാശയോടാണോ നിങ്ങൾ ജീവിക്കുന്നത്? എനിക്കെൻ്റെ യേശുവിനെ കാണാമല്ലോ, എനിക്ക് വേണ്ടി ചാട്ടവാർ അടിയേറ്റ, എനിക്ക് വേണ്ടി മുൾമുടിയേറ്റ, എനിക്ക് വേണ്ടി പുഴ മുഴവുചാല് പോലെ കീറിയ, എനിക്ക് വേണ്ടി ചങ്ക് കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ട, എനിക്ക് വേണ്ടി മുഖത്ത് നിന്ന് രോമകൂപങ്ങൾ എടുക്കപ്പെട്ടവനായ, മുഖത്ത് തുപ്പലേറ്റവനായ, എനിക്ക് വേണ്ടി ചാട്ടവാർ അടിയേറ്റവനായ എൻ്റെ പ്രാണപ്രിയനായ യേശുവിനെ എനിക്കൊരിക്കൽ കാണാമല്ലോ, എനിക്കവന് മുഖാമുഖം കാണാമല്ലോ എന്നുള്ള ഒരു പ്രത്യാശ മകനെ നിൻ്റെ ജീവിതത്തിലുണ്ടോ? സഹോദരി, നിന്റെ ജീവിതത്തിൽ അതുണ്ടോ? ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി സഹോദര നിന്നെ തന്നെ നീ സമർപ്പിച്ചിട്ടുണ്ടോ? ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ദാഹം നിൻ്റെ ഉള്ളിലുണ്ടോ? ഒരു കറ പറ്റരുതെന്നുള്ളതായ നിർബന്ധം നിനക്കുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഒരു രംഗങ്ങളിലും, അതെൻ്റെ കുടുംബത്തിലാണെങ്കിലും, ജോലി സ്ഥാപനത്തിലാണെങ്കിലും, കൂട്ടായ്മയിലാണെങ്കിലും, പള്ളിയിലാണെങ്കിലും, ചന്ത സ്ഥലത്താണെങ്കിലും, എവിടെയാണെങ്കിലും യേശുവെ അവിടുന്ന് ദുഃഖിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ വരരുതെന്നുള്ളതായ ഒരു നിഷ്ഠ നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു വിശുദ്ധ ജീവിതം നിങ്ങൾ നയിക്കുന്നുണ്ടോ? ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്ന് ദൈവത്തിന് വചനം പറയുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ നിങ്ങൾ പറന്നുയരുമോ? അതിനുള്ളതായ ഒരുക്കം നിങ്ങൾ പ്രാപിച്ചുവോ? നിങ്ങൾ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 50 മുതലുള്ളതായ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. മുസ്ലിം പറയുകയാണ്, ഞാനൊരു മിസ്റ്റർ നിങ്ങളോട് പറയാം, ഒരു മർമ്മം, മറഞ്ഞിരിക്കുന്നതായ രഹസ്യം. അതൊരു രഹസ്യമാണ്, അനേകർക്കത് മനസ്സിലായിട്ടില്ല. സഹോദരന്മാരെ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. എന്താണ് ആ മർമ്മം? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ ദ്രവത്വമുള്ളത് ദ്രവിച്ചു പോകുന്നത്, നശിച്ചു പോകുന്നത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, നശിക്കാത്തതിനെ, ദ്രവിച്ചു പോകാത്തതിനെ, അഴുകിപ്പോകാത്തതിനെ പ്രാപിക്കുകയും ചെയ്യും. ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ മർത്യമായത്, നമ്മുടെ ഈ ശരീരം മരിക്കത്തക്കതാണ്, മരണത്തിന് വിധേയപ്പെട്ടതാണ്. ഇത് മർത്യമായ ശരീരമാണ് നമ്മുടെ. എന്നാൽ ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. മരണമില്ലാത്ത ഒരു നിത്യജീവനിലേക്ക് നാം കടന്നു വരികയാണ്. പിന്നെ എന്താണ്? ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എഴുതിയ വചനം നിവൃത്തിയാകും. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയായി. ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, മരണത്തിന്റെ മേൽ, പാതാളത്തിന്റെ മേൽ, ഇതാ നരകത്തിന്റെ മേൽ ജയാളിയായ ഒരു ക്രിസ്തുവുണ്ട്. അവൻ മുഖാന്തരം നമുക്ക് മരണത്തിന്മേൽ ജയമുണ്ട്. അവൻ മുഖാന്തരം നമുക്ക് നരകത്തിന്മേൽ ജയമുണ്ട്. അവൻ മുഖാന്തരം നമുക്ക് പാപത്തിന്മേൽ ജയമുണ്ട്. നമുക്ക് ജയം തരുന്നൊരു മുഖാന്തരമുണ്ട്. ആ മുഖാന്തരമാണ് ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ഈ ക്രിസ്തു നിങ്ങളുടെ സ്വന്തമാണോ? ഈ ക്രിസ്തു നിങ്ങളുടെ രക്ഷകനാണോ?
ഈ ക്രിസ്തു നിങ്ങളുടെ ഉടയവനായി തീർന്നിട്ടുണ്ടോ? ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായി ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ ഈ ക്രിസ്തു നമ്മുടെ സ്വന്തമായ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ ഒപ്പം പറന്നു വരാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 1 മുതലായ വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്പോഴായിരിക്കുമെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, കള്ളൻ രാത്രിയിൽ വരും പോലെ, നാം പ്രതീക്ഷിക്കാത്ത സമയത്ത്, നാം നനച്ചിരിക്കാത്ത സമയത്ത്, നാം ആരും ആഗ്രഹിക്കാത്ത സമയത്ത് കള്ളൻ രാത്രിയിൽ വരും പോലെ യേശു ക്രിസ്തുവിന്റെ വരവ് ആകുമെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. സഹോദരങ്ങളെ, നാം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് യേശു ക്രിസ്തു വരുന്നതെങ്കിൽ നാം ആ ഉറക്കത്തിൽ ഈ കാഹള ശബ്ദം കേൾക്കുമോ? കർത്താവിൻ്റെ ഗംഭീര ശബ്ദം നാം കേൾക്കുമോ? നാം പറന്നുയരുമോ? കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാകുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. വീണ്ടും അതിന്റെ തൊട്ട് താഴെയുള്ള വാക്യം കൂടെ വായിക്കാം. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ, മനുഷ്യർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ, ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. പെട്ടെന്ന് നാശം വന്ന് ഭവിക്കുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഒരുങ്ങിയിരുന്നില്ല എങ്കിൽ, നാം വിശുദ്ധിയോടെ ജീവിച്ച് അവന്റെ വരവിന് വേണ്ടി കാത്തിരുന്നില്ല എങ്കിൽ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അടുത്ത വാക്യം എന്താണ്? എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ആ നാൾ കള്ളൻ എന്ന പോലെ നമ്മെ പിടിക്കാതിരിപ്പാൻ നാം ഇരുളിനുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ ഇരുളിന്റെ മക്കളാണോ? ഞാൻ വെളിച്ചത്തിന്റെ മകനാണോ? ഞാൻ വെളിച്ചത്തിനുള്ളവനാണോ? അതോ ഞാൻ ഇന്നും ഇരുട്ടിലാണോ ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിന്റെ വഴികൾ ഇരുട്ടിന്റെ വഴികളാണോ? പാപത്തിന്റെ വഴികളാണോ? അശുദ്ധിയുടെ വഴികളാണോ? മദ്യപാനത്തിന്റെ വഴികളാണോ? മ്ലേച്ഛതയുടെ വഴിയിൽ കൂടിയാണോ എൻ്റെ ജീവിതം എന്ന് പോകുന്നത്? ഞാൻ ഇരുട്ടിന്റെ വകയാണോ? ഞാൻ വെളിച്ചത്തിന്റെ വകയാണോ? ശരിയായിരുന്നു, ഞാൻ ഒരിക്കൽ ഇരുട്ടിലായിരുന്നു, ഒരിക്കൽ പാപത്തിലായിരുന്നു, ഒരിക്കൽ ഞാൻ അന്ധകാരത്തിലായിരുന്നു. എന്ന് ജീവനുള്ള ക്രിസ്തു, വെളിച്ചത്തിന്റെ ഉടയവനായ ക്രിസ്തു ഇരുട്ടിലായിരുന്നു എന്നെ അവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ഞാനിന്ന് വെളിച്ചത്തിന്റെ സന്തതിയാണ്, ഞാനിന്ന് പ്രകാശത്തിന്റെ സന്തതിയാണ്, ഞാൻ ജീവനുള്ള ക്രിസ്തുവിന്റെ വകയാണ്. ഞാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇരുളിൻ്റെ സ്വന്തമാണോ? ഞാൻ വെളിച്ചത്തിൻ്റെ വകയാണോ? ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ അവിടെ എന്താണ് നമ്മുടെ കർത്താവ് പറയുന്നത്? അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്നാണ് കർത്താവിൻ്റെ വചനം. നനയ്ക്കാത്ത നാഴികയിൽ, നാം ആരും ചിന്തിക്കാത്ത സമയത്ത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ദൈനംദിന ജീവിതം ഇങ്ങനെ നയിക്കുകയല്ലേ, ഇരുണ്ടും വെളുത്ത് നാം ഇങ്ങനെ ജീവിക്കുകയല്ലേ. എന്നാൽ നാം നനച്ചിരിയാത്ത സമയത്ത്, അത് ഇന്ന് രാത്രിയാണോ? നമുക്കാർക്കും നിശ്ചയമില്ല. ഒരു മാസം കഴിഞ്ഞിട്ടാണോ? നമുക്കാർക്കും ഉറപ്പില്ല. അല്ല, ഒരു വർഷത്തിന് ശേഷമാണോ? നമുക്കാർക്കും അതിനെക്കുറിച്ച് അറിവില്ല. അതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. എന്നാൽ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുന്നത്? നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പെന്നാണ് കർത്താവ് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, 13-ാം അധ്യായം 35, 36, 37 വാക്യങ്ങളിൽ, യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് വായിക്കുന്നത്? ഏത് സമയത്താണ് വരുന്നതെന്ന് നമുക്കറിയില്ല. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കാമോ? യജമാനൻ കർത്താവായ യേശു ക്രിസ്തു യജമാനൻ സന്ധിക്കാണോ വരുന്നത്? അർദ്ധരാത്രിക്കാണോ വരുന്നത്? കോഴി കൂകുന്ന നേരത്ത് വെളുപ്പാങ്കാലത്താണോ വരുന്നത്? രാവിലെയാണോ വരുന്നത്? എപ്പോൾ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചൊന്നും ഇവിടെ ദൈവത്തിന് വചനം പറയുന്നില്ല. നനയാത്ത നാഴികയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത്, കള്ളൻ രാത്രിയിൽ വരും പോലെ, ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ, ഇങ്ങനെയൊക്കെയൊരു സൂചനകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് പിതാവായ ദൈവത്തിനല്ലാതെ പുത്രൻ തമ്പുരാന് പോലും അതിനെക്കുറിച്ച് അറിവില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു.
എന്നാൽ ഒരു കാര്യം സത്യമാണ്, യേശുക്രിസ്തു രണ്ടാമത് വരും. പ്രിയപ്പെട്ടവരെ, തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ, തൻ്റെ പ്രിയ മക്കളെ ചേർക്കുവാൻ, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ, വിശുദ്ധ മണവാട്ടി സഭയെ ചേർക്കുവാൻ യേശുക്രിസ്തു രണ്ടാമത് വരാറായി. സഹോദരാ, നീ ഒരുങ്ങിയോ? എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീനെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഉണർന്നും ജാഗരിച്ചുമാണോ ഇരിക്കുന്നത്? യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയോ? യേശുക്രിസ്തു വന്ന് തന്റെ മണവാട്ടി സഭയെ ചേർത്ത് കഴിയുമ്പോൾ ഞാൻ കൈവിടപ്പെട്ടു പോകുമോ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഒരു പ്രസംഗ വിഷയം പോലെ നിങ്ങൾ കേൾക്കാതെ ഗൗരവമായിട്ടൊന്ന് ചിന്തിക്കുക. ഞാനും ചിന്തിക്കുകയാണ്. കർത്താവെ, നിലച്ചിരിയാത്ത സമയത്ത് യേശുക്രിസ്തു വന്ന് തൻ്റെ സമ്പത്താകുന്ന സഭയെ ചേർക്കുമ്പോൾ ഞാൻ കൈവിടപ്പെട്ടു പോകരുതേ. ഞാനും ആ കൂടെ ഇല്ല എന്ന് വരാതിരിക്കാൻ തക്കവണ്ണം എന്നെ നീ വിശുദ്ധീകരിക്കണമേ, എന്നെ ഒരു വിശുദ്ധനാക്കി തീർക്കണമേ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശ്വാസികളോട് ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നാം നിറയപ്പെട്ടവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ജീവനുള്ള ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവാണോ നമ്മൾ നിയന്ത്രിക്കുന്നത്? അതെയോ ദുരാത്മാവാണോ നമ്മൾ നിയന്ത്രിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ഇന്നും നാം പാപത്തിൽ സന്തോഷിക്കുന്നവരാണോ? പാപത്തിൽ രസിക്കുന്നവരാണോ? ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ആത്മാവ് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുവേണമോ? യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ നിങ്ങൾക്ക് പറന്നുയരണമോ? ഇപ്പോൾ ഈ സുപ്രസാദ കാലത്ത്, ഈ കൃപയുടെ കാലത്ത് ജീവനുള്ള ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗ്യവാനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, ക്രിസ്തു ഉള്ളവനായി ജീവിക്കുവാൻ? ക്രിസ്തു ഉള്ളവനാണ് ഭാഗ്യവാൻ. ക്രിസ്തു ഉള്ളവനാണ് ഈ ഭൂമിയിൽ ഭാഗ്യമുള്ളവൻ. നിങ്ങൾക്കും ഭാഗ്യവാന്മാരാകാം. നിങ്ങൾക്കും യേശുവിനെ ക്ഷണിക്കാം. നിങ്ങൾക്കും അവൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് വിളിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആഗ്രഹം വരുന്നുണ്ടോ? യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ എനിക്കും പറന്നുയരണമെന്ന്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ക്രൂശിലേക്ക് നോക്കാം. നമ്മോട് സംസാരിച്ച് യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറക്കാം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുവേണം. നീ നിന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ വരുമ്പോൾ ഞങ്ങൾ കൈവിടപ്പെട്ടു പോകല്ലേ. ഞങ്ങളെ നിന്റെ മണവാട്ടി സഭയിൽ ചേർക്കണമേ. നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ കറയും കളങ്കങ്ങളുമെല്ലാം ഞങ്ങൾക്ക് വിശുദ്ധീകരിച്ചു തരണമേ. ഞങ്ങളെ വിശുദ്ധരാക്കി തീർക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈ വചനം കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഭാഗ്യവാന്മാരായി യേശുക്രിസ്തുവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ മണവാട്ടി സഭയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് പറന്നു വരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളോട് സ്നേഹത്തോടെ സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ മക്കളെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. അവിടെ നിന്ന് വചനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.